യൂട്യൂബിലൂടെ സൂപ്പർ ഹിറ്റായി തീർന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും തിയേറ്ററുകളിലേക്ക്. വ്യത്യസ്ത മതക്കാരായ ജോണിന്റെയും രാധയുടെയും പ്രണയം, വിവാഹം, അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കൃഷ്ണനും രാധയും വെള്ളിയാഴ്ച തിയേറ്ററിലെത്തും. സിനിമ കണ്ട ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളെ വിളിയും കാത്തിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി. ഞാനത് എൻജോയ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് കൃഷ്ണൻ രാധ എനിക്കൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പലപ്പോഴും യൂണിവേഴ്സിറ്റിയിലായാലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും, നമുക്ക് ഒരു സബ്ജക്റ്റിൽ എടുക്കാൻ പറ്റും, എല്ലാ സബ്ജക്റ്റും കൂടെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതേസമയം ഈ സിനിമയുടെ കാര്യത്തിൽ ക്യാമറ ഒഴിച്ച് സമസ്ത മേഖലകളും ചെയ്തപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കോഴ്സും പഠിക്കാൻ പോയ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തി. തമിഴും ഹിന്ദി നമ്മൾ ഇനിയും ആക്കിയില്ല എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ മീൻസ് ചെയ്തു വെച്ച സാധനം എഡിറ്റ് ചെയ്യാനോ ചെയ്തു വെച്ച സോങ് മിക്സ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഇതിന്റെ പ്ലസും മൈനസും തന്നെയാണ്. എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ A to Z എവിടുന്ന് എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പറയാനോ അതുപോലെ ചെയ്യാനും എനിക്ക് പറ്റും. അതേസമയം ഇത് എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ വരെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് പലപ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കേരളം മുഴുവൻ ഓടേണ്ടി വരുന്നു അങ്ങനെയല്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ എനിക്ക് തമിഴോ ഹിന്ദിയോ എഡിറ്റ് ചെയ്യാനോ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ സമയം കിട്ടില്ല. സുഗന്ധമില്ല സുഗന്ധിക്ക് ജീവനില്ല, തൂവലില്ല മൈലമ്മയ്ക്ക് അഴകില്ല, രാധയില്ല കൃഷ്ണനിനി ഗാനമില്ല. ഇണപ്രാവ് പോയല്ലോ, യാത്രയായി പോയല്ലോ, ഇണപക്ഷി പോയല്ലോ, തെന്നി തെന്നി പോയല്ലോ. വിളിച്ചിരിക്കും ഞാൻ പറഞ്ഞൊരു, പക്ഷെ ഇപ്പൊ വിളിക്കാനുള്ള സമയമായിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഞാൻ വിചാരിക്കുന്നു അവരെന്നെ വിളിക്കും. ഇനി ഒരു വേള അവർ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കും, നിങ്ങൾ ചേട്ടാ ഒന്നിട്ടൊന്ന് പോയി കാണണം, എന്നിട്ട് ഒന്ന് പറയണം. അങ്ങനെയും പറയാലോ, അവരിങ്ങോട്ട് തന്നെ വിളിക്കണം എന്നല്ല, നമുക്ക് അങ്ങോട്ടും വിളിക്കാലോ. തന്നന്ന താനന്ന തന്നാനെ തന്നെ തന്നന്ന താനന്ന തന്നാനെ ഹേ ഗോകുലനാഥനെ കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ, കാളിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്ന് കൂട്ടുകൂടി. നൂറിൽ 110% മലയാള സിനിമയിൽ ഇത് വിപ്ലവത്തിന്റെ തുടക്കമായിരിക്കും. വിപ്ലവം എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് ഒന്നിനെ മാറ്റാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പുതിയ ആളുകളിൽ ജനങ്ങൾക്കും അതുപോലെ അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന നിർമ്മാതാക്കൾക്കും കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ പറയുന്നു, തമിഴ് സിനിമയിൽ സുബ്രഹ്മണ്യപുരം എന്ന സിനിമ എന്ത് എഫക്റ്റാണോ ഉണ്ടാക്കിയത് അത് തീർച്ചയായും മലയാളത്തിൽ കൃഷ്ണൻ രാധയും ചെയ്തിരിക്കും. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ നിന്നെപ്പോലുള്ള ചെറ്റകൾ അതിനെ മലിനമാക്കി. ചന്ദനത്തടി ചുമക്കുന്ന കഴുതയ്ക്ക് അതിന്റെ കനമേ അറിയൂ, ആ ചന്ദനത്തിന്റെ സുഗന്ധം അറിയില്ല. അതുകൊണ്ട് വീണ്ടും കാണാവുന്നല്ല, വീണ്ടും കണ്ടിരിക്കുന്നു പറ.